ഇന്ന് മകരവിളക്കിന്റെ ദിവസമാണ്. സന്നിധാനത്ത് അയ്യപ്പന്മാർ മകരവിളക്ക് തെളിയിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടി കാത്തുനിൽക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. അതിനുശേഷം ദീപാരാധനയൊക്കെ ഉണ്ടാകും. അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു തീർത്ഥാടന കാലത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. സുജു ടി ബാബു എന്നോടൊപ്പം ചേരുകയാണ്. സന്നിധാനത്ത് നിന്ന് മകരവിളക്കിന്റെ ഒരുക്കങ്ങളും വിവരങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായി. സുജു, ഗുഡ് മോർണിംഗ്. ഇന്ന് മകരവിളക്ക് ദിവസമാണ്. സന്നിധാനത്ത് അയ്യപ്പന്മാർ ഇങ്ങനെ കാത്തുനിൽക്കുകയാണ് മകരവിളക്ക് തെളിയിക്കുന്ന ആ നിമിഷത്തിനായിട്ട്. ഒരു തീർത്ഥാടന കാലത്തിന്റെ ഏറ്റവും മനോഹരമായ ഈ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഒരുക്കങ്ങൾ എവിടെ വരെയായി സുജു? ഒപ്പം തന്നെ ഇന്ന് തീർത്ഥാടകർക്കൊക്കെ നിയന്ത്രണമൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് കാര്യങ്ങൾ? മനു, തീർച്ചയായിട്ടും ശബരിമല ഒരു സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു മകരവിളക്കിനെ സ്വീകരിക്കാനായി. ഇപ്പോൾ തന്നെ ശബരിമലയിലുണ്ട് 1,00,000 തീർത്ഥാടകരാണ് തങ്ങുന്നത്. നമുക്ക് മനോഹരമായ ഒരുക്കങ്ങളാണ് നമുക്ക് ദൃശ്യങ്ങൾക്ക് മുമ്പിൽ കാണാൻ സാധിക്കും. പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച അയ്യപ്പൻ്റെ വിവിധ പ്രായത്തിലുള്ള ഇതൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് മനോഹരമായ ദൃശ്യങ്ങൾ. അത് പൂക്കൾ, ഓല വെച്ച് ഓല വെച്ചാണ് അത് ഒരുക്കിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. വളരെ ഭംഗിയാണ് കാര്യങ്ങൾ. എന്തായാലും തീർത്ഥാടകർ ഇന്നും തിരക്കുണ്ടായിരുന്നു. 35,000 തീർത്ഥാടകർക്ക് മാത്രമാണ് ശബരിമലയിൽ ഇന്ന് 18ാം പടി ചവിട്ടിയുള്ള ദർശനം അനുവദിക്കുക. ഇതിനോടകം തന്നെയാണ് 2,00,000-ഓളം തീർത്ഥാടകർ ശബരിമലയിൽ പർണശാലകൾ കെട്ടി തങ്ങി നിൽക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം മകരവിളക്ക് കണ്ട് മാത്രമേ അവർ മടങ്ങുകയുള്ളൂ. അതിനായി ഇന്നലെ പർണശാലയിലേക്ക് ഭജന ഉൾപ്പെടെയുള്ള നടത്തുന്ന ഒരു ഉത്സവ ലഹരി എന്നൊക്കെ തന്നെ പറയാൻ സാധിക്കുകയും ചെയ്യും. ഇന്ന് വൈകിട്ട് 5:00 തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിൽ എത്തിച്ചേരുക. ഇന്ന് രാവിലെ ലാഹയിൽ നിന്നാണ് തിരുവാഭരണ ഘോഷയാത്രയുടെ അവസാന ദിവസത്തെ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. 5:30 തന്നെ ശരംകുത്തിൽ എത്തിച്ചേരും. തുടർന്ന് ദേവസ്വം അധികൃതർ സ്വീകരിച്ച സന്നിധാനത്തിലേക്ക് അനേക്കും. പിന്നാലെ തിരുവാഭരണ പേടകം ശ്രീകോവിലെത്തിക്കും. തുടർന്ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുമ്പോൾ മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ തെളിയിക്കുകയും ചെയ്യും. മകരവിളക്കിന് മുന്നോടിയെ മകരസംക്രമ പൂജ ഇന്ന് വൈകിട്ട് 3:08 നടക്കുക. ഉച്ചയ്ക്ക് ഈ പൂജയ്ക്ക് പിന്നെ സമയത്ത് ശേഷം പിന്നീട് ശ്രീകോവിലിന് മുമ്പിലേക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് ദർശനത്തിനായി പിന്നീട് കയറ്റിവിടുകയില്ല. മകരവിളക്ക് ദർശിച്ച ശേഷം മാത്രമേ തീർത്ഥാടകരെ പിന്നീട് ശബരിമല അയ്യപ്പ ദർശനത്തിനായി അനുവദിക്കുകയും ചെയ്യുള്ളൂ. എന്തായാലും ഇതുവരെയുള്ള തീർത്ഥാടന കാലം ഏറ്റവും ഭംഗിയായി തന്നെയാണ് പോകുന്നത്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. വലിയ റെക്കോർഡ് വരുമാനം ഉണ്ടാകുന്നു. തീർത്ഥാടന എണ്ണത്തിലും വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു 1/2 കോടിയിലധികം തീർത്ഥാടകരാണ് മണ്ഡല മകര തീർത്ഥാടന കാലത്തേക്ക് എത്തിയത്. ഇന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവനും സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഏറ്റവും എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗം. പിന്നാലെ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ ഇടത്താവളങ്ങളിൽ ശബരിമലയിൽ പമ്പയിൽ ഒക്കെ ചേർന്ന അവലോകനങ്ങൾ കൃത്യമായി ചേർന്നിരുന്നു. ഇതിൻ്റെയൊക്കെ മികച്ച വിജയം തന്നെയാണ് ഒരു പരാതിരഹിത മണ്ഡല മകരവിളക്ക് തീർത്ഥാടകർക്ക് സമ്മാനിക്കുവാൻ ഇടയായിട്ടുള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു ആദ്യ ദിവസങ്ങളിൽ ചില പരിഭവങ്ങളോ പരാതികൾ ഉയർന്നതല്ലാതെ പിന്നീട് ഒരു വേള പോലും അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പല ദിവസങ്ങളിലും അടുപ്പിച്ചു തന്നെ 1,00,000-ഓളം അല്ലെങ്കിൽ 1,00,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയിരുന്നു. നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു പലപ്പോഴും ഒരു അടുപ്പിച്ച് 1,00,000-ഓളം തീർത്ഥാടകർ എത്തുമ്പോൾ ശബരിമലയിൽ ക്രൗഡ് ഉണ്ടാകും, അത് പ്രശ്നങ്ങൾ വഴിവെക്കും എന്നൊക്കെ ആശങ്ക മുൻകാലങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അടുപ്പിച്ച് 1,00,000-ലധികം തീർത്ഥാടകർ ഈ മകരവിളക്ക് ഉത്സവത്തിനായി നടന്നതിന് ശേഷം ജനുവരി മാസം ആദ്യ ദിവസങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിൽ പോലും ഒരു തരത്തിലും തീർത്ഥാടകർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. വലിയ തരത്തിൽ ക്യൂ നിൽക്കേണ്ട വന്നിരുന്നില്ല. എന്തായാലും തീർത്ഥാടകരുടെ ഭാഗത്തുനിന്ന് അവർ ഏറ്റുനൽകുന്ന പ്രതികരണം അവർക്ക് സുഖദർശനം ലഭിക്കുന്നു എന്ന് തന്നെയാണ്. ഇതുതന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും എല്ലാം ലക്ഷ്യം വെച്ചത്. ശബരിമല സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു, ശബരിമലയിലെത്തുന്ന ഒരു തീർത്ഥാടകന് പോലും ദർശനം നടത്താതെ പോകേണ്ട ആ സാഹചര്യം ഉണ്ടാകില്ല, എല്ലാവർക്കും കൃത്യമായി സുഖദർശനം ഒരുക്കുമെന്ന് VN വാസവൻ ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. അത് നടപ്പാക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതിന് മന്ത്രി, സർക്കാർ, അതുപോലെ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ എഫേർട്ടോ വലുതാണ്. അതാണ് ഇത്തവണ ഫലവത്തായിരിക്കുന്നത്. എന്തായാലും ശുഭകരമായ ഒരു തീർത്ഥാടന കാലത്തിനാണ് പരസമാപ്തിയിലേക്ക് അടുത്തു നിൽക്കുന്നത്. മനു, ശരി, ഓക്കെ, താങ്ക് യു സുജു. ഏതായാലും സന്നിധാനത്ത് എല്ലാം ഭംഗിയാണ്, ശാന്തമാണ്. മകരവിളക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ് അയ്യപ്പന്മാരെല്ലാവരും. അപ്പോൾ ഏറ്റവും മനോഹരമായ ഒരു തീർത്ഥാടന കാലത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമെന്ന് നമുക്ക് ഇന്നത്തെ ദിവസത്തെ വിശേഷിപ്പിക്കാൻ കഴിയും. അയ്യപ്പന്മാരെ സംബന്ധിച്ച് മകരവിളക്ക് തെളിയിക്കുന്നത് കാണാനുള്ള ഏറ്റവും വലിയൊരു കാത്തിരിപ്പാണ് അവരെ സംബന്ധിച്ച്. ആകാശത്ത് മകരനക്ഷത്രം തെളിയും മകരസംക്രമത്തിൽ, അതേ സമയത്ത് തന്നെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുകയും ചെയ്യും. വിവരങ്ങളാണ് സുജു നമുക്ക് നൽകിയത്.